ഹലോ നമസ്കാരം. എല്ലാവർക്കും ജോഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിപ്പോൾ കേൾക്കുന്നത് കമലാ ഗോവിന്ദൻ്റെ സിന്ദൂരം എന്ന നോവലിൻ്റെ 6ാമത്തെ എപ്പിസോഡ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഒരു വലിയ ശബ്ദവും വിനയൻ്റെ നിലവിളിയും കേട്ടതോടെ ആൾക്കാർ ഓടിക്കൂടി. സൈക്കിളിന് മേൽ കാറ് കയറിയത് കൊണ്ട് അതാകെ പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു. സൈക്കിളിനും അപ്പുറത്താണ് വിനയൻ. തലയിലും ദേഹത്തുമൊക്കെ ചോരമയം. ബോധം കിട്ടിയിട്ടില്ല. എണീക്കാൻ പരിശ്രമിക്കുകയാണവൻ. വിനയൻ്റെ അപ്പുറത്തായിട്ട് കാറ് നിന്നിരിക്കുന്നു. ഡ്രൈവർ ഇറങ്ങി വന്നു. ഓടിക്കൂടിയവരിൽ പലരും വിനയനെ തിരിച്ചറിഞ്ഞു. ഇതാ ഹോം പ്ലേസിൽ നിൽക്കുന്ന വിനയനല്ലേ, ഉദയൻ്റെ അനിയൻ തൈമുറ്റത്തെ ആ സുകുമാരൻ്റെ മകനല്ലേ, പാറമടയിലെ ആ ചുമട്ടുകാരൻ സുഖുവേ. അങ്ങനെ അറിയുന്നവരായിരുന്നു ഏറെയും. കാറുകാരൻ്റെ കുറ്റമല്ല, സൈക്കിൾ പാളിച്ചെന്ന് കാറിൻ്റെ മുൻപിൽ പെട്ടതാ, ഞാൻ കണ്ടു. ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ടാ ഇത്രേ വന്നുള്ളൂ. അതെ, സൈക്കിള് സൈഡ് തെറ്റിയാണ് വന്നത്. 1-2 പേര് വിനയനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ എൻ്റെ കാല്. വിനയൻ വലതുകാൽ അമർത്തിപ്പിടിച്ച് ഞരങ്ങി. കാലുമേൽ ഒടിവോ ചതവോ കാണും. അവരൊരു വിധത്തിൽ വിനയനെ കാറിനുള്ളിലാക്കി. 1-2 പേരുകൂടി കയറി കാർ സ്ഥലം വിട്ടു. ഹോസ്പിറ്റലിലേക്ക്. പ്രൈവറ്റ് കാറാണ്. ഡ്രൈവർ ഉടമസ്ഥനും. കാറിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെക്കൻ്റെ വീട്ടിലൊന്നും അറിയിക്കണ്ടേ, കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു. ഇപ്പോഴവിടെ ഇവൻ്റെ അമ്മയും ആ പൊട്ടിക്കൊച്ചും മാത്രമേ കാണൂ. അവരോട് ചെന്ന് പറയാൻ പറ്റുമോ? മൂത്തവൻ വന്നിട്ടുണ്ടാവില്ലേ? സുഖു പാറമടയെന്ന് വരണമെങ്കിൽ സന്ധ്യയാകും. ഉദയൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അവൻ്റെ കെട്ടിയോള പെണ്ണ് അവിടെ കാണും. ആ പെണ്ണിനെ വിളിച്ചു നിർത്തി രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. കവലയിലെ ജൗളിക്കടയിലിരുന്ന ജോഷി തൻ്റെ സ്കൂട്ടർ ഇറക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോയി പറയാം. ശരിയാണ്, ജോഷുമാകുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ പോയി വരും. കടയിൽ തൽക്കാലം അവൻ്റെ അപ്പനുണ്ട്, അതുകൊണ്ട് കടയിൽ ആളുമായി. തൈമുറ്റത്ത് വീട് കൃത്യമായിട്ട് ജോഷിക്കറിയില്ല. പഞ്ചായത്ത് വഴി ആരംഭിക്കുന്നിടത്ത് വീട് അന്വേഷിച്ചു. 1-2 പേര് വീട് പറഞ്ഞു കൊടുത്തു. ജോഷി ഒടുവിൽ വീട് കണ്ടെത്തി. തൈമുറ്റത്തെ വീടിൻ്റെ ഗേറ്റിക്കൽ വണ്ടി നിർത്തി ജോഷി അകത്തേക്ക് വന്നു. അപ്പോഴേക്കും വഴിക്കണ്ണും നോക്കി പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ദേവൂട്ടി. ഉദയനെയും വർഷയും അപ്പോഴും കണ്ടില്ല. അന്വേഷിക്കാൻ പോയ വിനയനെയും കണ്ടില്ല. ഇതല്ലേ ഉദയൻ്റെ വീട്? അകത്തേക്ക് വന്ന ജോഷി ദേവൂട്ടിയെ കണ്ടതും തെല്ല് പരുങ്ങലോടെ ചോദിച്ചു. അതെ. ദേവൂട്ടി ജോഷിയുടെ അടുത്തേക്ക് ചെന്നു. എന്തേ? ഉദയൻ്റെ ഭാര്യ. ജോഷി മുഴുവനാക്കുന്നതിന് മുൻപ് ദേവൂട്ടിയുടെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു നിലവിളിച്ചു കഴിഞ്ഞു. അയ്യോ, എൻ്റെ പെണ്ണിന് എന്നാ പറ്റിയേ? ഞാൻ ഇനി എന്നാ ചെയ്യുന്നത് എൻ്റെ ദൈവമേ? പിന്നാമ്പുറത്ത് നിൽക്കുന്ന ചാമ്പയുടെ മുകളിലായിരുന്നു സാച്ചി. കൂടെ ഷാൻറ്റിയും മനുവുണ്ട്. ചാമ്പങ്ങ പറിച്ച് താഴേക്കിട്ട് കൊടുക്കുന്നതാണ് അവൾ. അപ്പോഴാണ് ദേവൂട്ടിയുടെ നിലവിളി. സാച്ചി താഴേക്ക് ചാടി. അവൾ മുൻവശത്തേക്ക് പാഞ്ഞു വന്ന് നോക്കി. ദേവൂട്ടി കരയുന്നു. അയൽക്കാർ ഓടി വരുന്നു. എൻ്റെ അമ്മേനെ ആരാ തല്ലിയത്? അയ്യോ. സാച്ചിയും കരച്ചിലായി. അയ്യോ എനിക്ക് വയ്യായേ. ദേവൂട്ടി മുറ്റത്തിരുന്നു പോയി. 2 കൈയും തലക്കി കൊടുത്തു. അമ്മേ, കരയാതമ്മേ. സാച്ചി ദേവൂട്ടിയുടെ കയ്യിലും തോളത്തുമൊക്കെ തലോടി. അനുവും ഷാൻറ്റിയും അവൾക്കരികിൽ നിന്നു. കരയില്ലമ്മേ, അമ്മേ പറയുന്നതോടൊപ്പം വലിയ വയലിൽ അവളും നിലവിളിക്കുകയാണ്. അവളും ദേവൂട്ടിക്കൊപ്പം താഴെ കുത്തിയിരുന്നു. മേരിയും മേനിയമ്മയും സൂസമ്മയും രാധയും ചന്ദ്രനുമൊക്കെ ആ മുറ്റത്തെത്തി. താഴെ കുത്തിയിരുന്ന് കരയുന്ന ദേവൂട്ടിയും സാച്ചിയും. പരുങ്ങലോടെ നിൽക്കുന്ന ജോഷി. എന്താ കാര്യം? താൻ എന്തിനാ വന്നത്? ചന്ദ്രൻ ജോഷിയെ ശ്രമിച്ചു. ഇവിടുത്തെ പെങ്കൊച്ചിന് എന്നാ പറ്റി? ഏലിയമ്മ ചോദിച്ചു. പെങ്കൊച്ചിന് എന്തെങ്കിലും പറ്റിയോന്ന് ഞാൻ പറഞ്ഞില്ലേ അടുത്തി? ജോഷി കൈമലർത്തി. ഉദയൻ്റെ ഭാര്യയുടെ കാര്യം പറയാനുണ്ടായിരുന്നു. ഉദയൻ്റെ ഭാര്യയെന്ന് കേട്ടതേ ഉള്ളൂ. ഇവിടെ നിലവിളിയായി. കാര്യം അറിയാതെ ഞാനും പാച്ചുപോയി. ദേവൂട്ടി അമ്പരന്ന് അവനെ നോക്കി. മെല്ലെ അവൻ എണീറ്റ് കരച്ചിൽ നിർത്തി. ജോഷി പറഞ്ഞത് എന്താണെന്ന് കരച്ചിലിടയിൽ സാക്ഷി കേട്ടില്ല. അവൾ വായി തുറന്നപടി കരഞ്ഞുകൊണ്ട് താഴെ മണ്ണിൽ ചടഞ്ഞിരിക്കുകയാണ്. സാമാന്യം കണ്ടാൽ കൊള്ളാവുന്ന പെണ്ണ്, യൗവനം തുളുമ്പി നിൽക്കുന്ന പരുവം. അവിടെ താഴെ ചടഞ്ഞിരുന്ന് അലറിക്കരയുന്നത് കണ്ട് അമ്പരപ്പിൽ ജോഷി അവളെ തന്നെ നോക്കി. കാറിക്കരയുന്നിടയിൽ സാച്ചി അവൻ്റെ നോട്ടം കണ്ടു. കൈവീശിക്കൊണ്ടവൾ പറഞ്ഞു, പോടാ, നീ എന്നെ നോക്കി പേടിപ്പിക്കാൻ വന്നേക്കുന്നോ? ജോഷി ചമ്മലോടെ നോട്ടം പിൻവലിച്ചു. സാച്ചി കരച്ചിൽ തുറന്നു. എടിപ്പെണ്ണെ, ചുമ്മാതിരുന്ന് കാറാതെ. നിന്റെ അമ്മ കരച്ചിൽ നിർത്തിയത് കണ്ടില്ലേ? ഏലമ്മ സാച്ചിയുടെ തോളിൽ തട്ടി പറഞ്ഞു. സാച്ചി അപ്പോഴാണ് ദേവൂട്ടിയെ നോക്കിയത്. അവൾ തോർത്തെടുത്തുകൊണ്ട് മുഖം തുടയ്ക്കുന്നു. പിടിച്ചു നിർത്തിയതുപോലെ അവളുടെ കരച്ചിൽ നിന്നു. തറയിലിരുന്നവൾ എണീറ്റു. നോക്കുമ്പോൾ ജോഷിയുടെ സ്കൂട്ടർ ഗേറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്.
ഓടി അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ മേലൊന്ന് കയറിയിരുന്ന് ഹാൻഡിലിൽ വട്ടം തിരിച്ചു. വായുകൊണ്ട് ശബ്ദമുണ്ടാക്കി. 1-2 തവണ ഹോണടിച്ച് അനുവും ആൻറ്റിയും കൂട്ടിനെത്തി. താൻ വന്നത് എന്തിനാണെന്ന് ഇതിനിടയിൽ ജോഷി രാധയോടും മേരിയോടും പറഞ്ഞിരുന്നു. പിന്നെ അവർ ഗേറ്റിങ്ങിലേക്ക് നടന്നു. അവനെ കണ്ടപ്പോൾ സാച്ചി പല്ലുകൾ മുഴുവൻ കാട്ടിച്ചിരിച്ചു. എന്നിട്ട് ഷാൻറ്റിയെയും മനുവിനെയും ചൂണ്ടിക്കാട്ടി. നല്ല വണ്ടിയാ, ഞങ്ങളെ കയറ്റി ഒന്ന് ഓടിക്കാവോ? ഓടിക്കാൻ പറ്റിയ വണ്ടിയാ നീയെന്ന് തോന്നല്ലോ. ജോഷി ചിരിച്ചു അർത്ഥം വെച്ച്. എന്നാ കയറിക്കോ, ഞാൻ പുറകിലിരിക്കാം. സാച്ചി അല്പം മുന്നോട്ട് നീങ്ങിയിരുന്നു. ജോഷി അവളെ അടിമുടിയൊന്ന് നോക്കി. പിന്നെ മുറ്റത്തേക്ക് മറ്റുള്ളവർ നിൽക്കുന്നിടത്തേക്കും. ദേവൂട്ടിയും ഏലമ്മയും കണ്ടു. ഏലമ്മയാണ് ഓടിച്ചെന്നത്. പെണ്ണെ, വണ്ടിമേന്ന് ഇറങ്ങി, ആ ചെക്കൻ പോട്ടെ. ഏലമ്മാമേ, ഒരു ശകലം നേരം എനിക്ക് ഓടിക്കാനാ, ഒരു തുള്ളി നേരം. സാച്ചി ചിണുങ്ങി. ഇങ്ങോട്ട് ഇറങ്ങു പെണ്ണെ. ഏലമ്മ അവളുടെ കയ്യിൽ പിടിച്ച് ബലമായിട്ട് വലിച്ചിറക്കി. സാച്ചി സ്കൂട്ടറിൻ്റെ സീറ്റിനിട്ട് കൈ ചുരുട്ടി 2 ഇടി കൊടുത്തു. ചീത്ത വണ്ടി, എന്തൊരു നാറ്റം. അവൾ മുഖം ചുളിപ്പിച്ച് ഓക്കാനിക്കുന്ന ഭാവം കാട്ടി. എൻ്റെ വല്യേട്ടയുടെ വണ്ടി നല്ല വണ്ടിയാ, അതിന് ചീത്ത മണം പോലും ഇല്ല. നല്ല വാസന സോപ്പിൻ്റെ മണം. ജോഷി അവളുടെ ചിരിച്ചിലും പറച്ചിലും ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഊറിയ ചിരിയോടെ വണ്ടിയിൽ കയറി വണ്ടി പാഞ്ഞുപോയി. സാച്ചി മുറ്റത്തേക്ക് പാഞ്ഞു. മേരിയോടും രാധയോടും ജോഷി എന്തോ പറഞ്ഞുവെന്നും അത് അശുഭകരമായ വാർത്തയാണെന്നും ദേവൂട്ടിക്ക് മനസ്സിലായി. താടിക്ക് കൈയും കൊടുത്തു നിന്നവർ പിറുപിറുക്കുന്നുണ്ട്. സൂസന അടുത്തുണ്ട്. ദേവൂട്ടി ഏലമ്മയെ ബലമായിട്ട് പിടിച്ചു നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഏലമ്മ ചേർത്തി, പറയ്, എൻ്റെ പെണ്ണിനെ എന്നാ പറ്റിയെന്ന് പറയ്. ഉച്ച മുതൽ തീ തിന്നുക ഞാൻ. എന്താണെന്ന് നിങ്ങൾ പറയ്. ഏലമ്മ പറയണോ വേണ്ടതെന്ന് സംശയിച്ച് നോക്കി നിൽക്കേ മേരിക്കുട്ടിയുടെ അടുത്തു നിന്നും സാച്ചി വിളിച്ചു പറഞ്ഞു, അമ്മേ, ഈ മേരി ചേച്ചി പറയുന്നത് കേട്ടോ, നമ്മളെ കൊച്ചേട്ട വണ്ടി ഇടിച്ച് ചത്തുപോയെന്ന്. നേരാണോ അമ്മേ? ദേവൂട്ടി ഞെട്ടിത്തിരിഞ്ഞ് മേരിയും സൂസനും തമ്മിൽ പിറുപിറുക്കുന്നതും അറ്റവും മുറിയും തമ്മിൽ കേട്ടതേ ഉള്ളൂ. സാച്ചി കിട്ടിയതവളെ വിളിച്ചു കൂവി. എന്നിട്ട് മേരിയെ പിച്ചിപ്പിറിച്ചു. നുണച്ചി, എൻ്റെ കൊച്ചേട്ട വണ്ടി ഇടിച്ച് ചത്തില്ലടി, ആന നുണച്ചി. ദേവൂട്ടി ശക്തമായിട്ടൊന്ന് നടുങ്ങിത്തെറിച്ചു. ഏലമ്മയിലുള്ള പിടുത്തം മുറുകി. ഏലാമേ, പറ, സാച്ചി പറഞ്ഞത് സത്യമാണോ? എൻ്റെ കുഞ്ഞിന് എന്നാ പറ്റി? ഏലമ്മ മെല്ലെ പറഞ്ഞു. വിനയനൊരു അപകടം പറ്റി, അത്രയേ പറയേണ്ടി വന്നുള്ളൂ. ദേവൂട്ടി അലമുറിയിട്ട് കരഞ്ഞു. നെഞ്ചത്തടിച്ചു കരച്ചിൽ. എൻ്റെ അമ്മേ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര, ജോലി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നതാണല്ലോ. ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. ചാകാൻ പറഞ്ഞു വിട്ടതാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ? ദേവൂട്ടി താഴേക്ക് വീണ് കിടന്നു ഉരുണ്ടു. ജോഷിയിൽ നിന്നും വിവരറിഞ്ഞ ചന്ദ്രൻ പുറത്തേക്ക് ഓടി. ഒരു ടാക്സിയുമായി എത്തിയിരുന്നു. ഒപ്പം കവലിലേക്കുള്ള കുറേ ചെറുപ്പക്കാരും. വിനയൻ്റെ കൂട്ടുകാരാണ്, രാജൻ ഉൾപ്പെടെ. എന്താ തള്ളേ നിങ്ങൾക്ക്? ചന്ദ്രൻ ദേവൂട്ടിയെ ശാസിച്ചു. ആരേലും ഇവിടെ ചത്തോ? കാലിൽ ലേശം ചതവോ മറ്റോ സംഭവിച്ചിട്ടുള്ളൂ, അതിനാണോ ഈ അലച്ചു തല്ലി കരയുന്നത്? സത്യമാണോ ചന്ദ്ര? ദേവൂട്ടി എണീറ്റു. നിങ്ങൾ മുഷിഞ്ഞ വേഷം മാറ്റിയിട്ട് വണ്ടി കയറി, നമുക്ക് ആശുപത്രി പോയി കാണാമല്ലോ. ദേവൂട്ടി അകത്തേക്ക് ധൃതിയിൽ കയറി. ഒരു സെറ്റ്മെൻ്റ് എടുത്ത് ധൃതിയിൽ തന്നെ വാരി ചുറ്റിയിട്ട് അവർ തിരിച്ചു വന്ന് ഗേറ്റിൽ കിടന്ന കാറിനുള്ളിലേക്ക് കയറി. സുഖു വരുമ്പോൾ ഞാൻ വിവരം പറഞ്ഞു വിട്ടേക്കാം, ഏലമ്മ പറഞ്ഞു. സാച്ചി ഓടിയെത്തി. അമ്മ, ഞാനും വരുവാ, നീ പോകണ്ട. ഏലമ്മയും രാധയും കൂടി അവളെ പിടിച്ചു നിർത്തി. എനിക്ക് കാറിൽ കയറണം, നല്ല കാറാ. എടി പെണ്ണെ, വഴിയിൽ പോലീസുകാരുണ്ട്, അവർ നിന്നെ പിടിച്ചിടിക്കും, ഏലമ്മ പറഞ്ഞു. അന്നേരം അമ്മയും ചന്ദ്രൻ ചേട്ടനും പോലീസിൽ പിടിക്കത്തില്ലേ? അവൾ ചോദിച്ചു. അവർ വലിയവരല്ലേ, പിള്ളേരെയാണ് പോലീസ് പിടിക്കുന്നത്. സാച്ചി പിന്മാറി. അവളുടെ മുഖത്ത് ഭീതി പരന്നു. കാറ് നീങ്ങി. ഓടിക്കൂടിയവരിൽ രാജൻ ഉൾപ്പെടെ 3 പേര് ധൃതിയിൽ ഉദയനും വർഷയും ഉച്ചയ്ക്ക് പോയി എന്ന് കരുതുന്ന നഴ്സിംഗ് ഹോമിലെത്തി. അവരവിടെ ഉണ്ടോ എന്നറിയണമല്ലോ. വിനയൻ്റെ അപകടവും അവരെ അറിയിക്കണ്ടേ? പക്ഷെ നഴ്സിംഗ് ഹോമിൽ അവരുണ്ടായിരുന്നില്ല. കൗണ്ടറിൽ നിന്ന് വിവരം അറിഞ്ഞു. കാലിൻ്റെ വെള്ളയിലുണ്ടായിരുന്ന മുറിവുമായിട്ട് ഒരു വർഷ ഉച്ചയ്ക്ക് വന്നിരുന്നു. മുറിവ് അത്ര വലുതായിരുന്നില്ല. ഡ്രസ്സ് ചെയ്ത് അപ്പോൾ തന്നെ അവർ പോയല്ലോ. ചെന്നവർ അന്താളിച്ചു. പിന്നെ ഇവർ എവിടെ പോയി? കാലിന് വയ്യാണ്ടായതുകൊണ്ടായിരിക്കും. ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയതായിരിക്കും. എവിടെയാണ് വീട്? വീട് എനിക്കറിയാം, ഞാൻ ഉദയൻ്റെ കല്യാണത്തിന് പോയതല്ലേ, രാജൻ പറഞ്ഞു. എന്നാൽ വണ്ടി അങ്ങോട്ട് വിട്ടോ. അവർ 3 വണ്ടിയിൽ കയറി.
മുഞ്ഞനാട്ടെത്തി. ഞങ്ങൾ തേമറ്റത്തുനിന്ന് വരുക. ഉദയനും വർഷനും എവിടെ? അവരെ വിളിക്ക്. ചെന്നവർ ആവശ്യപ്പെട്ടു. ഉദയനെയും വർഷനെയും വിളിക്കാനോ? ഗോമതി ടീച്ചറും പീതാംബരനും അമ്പരന്ന് പോയി. അവർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവിടെ എത്തിക്കാണല്ലോ. എന്താ പിന്നെ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? എന്താ കാര്യം? രാജനും കൂട്ടരും മുഖത്തോട് മുഖം നോക്കി. അവർ വന്ന കാര്യം പറഞ്ഞു. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പീതാംബരനും ഗോമതി ടീച്ചറും പെട്ടെന്ന് ഒരുങ്ങി. അവർക്കൊപ്പം തന്നെ ഇറങ്ങി. അവരെല്ലാം ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിലാണ് ദേവൂട്ടിയും സുഖവും ചന്ദ്രനും. വിനയൻ്റെ തലയ്ക്ക് നല്ല മുറിവുണ്ട്. എങ്കിലും അപകടകരമായ സ്റ്റേജിലല്ല. 7 സ്റ്റിച്ചുണ്ട്. കൈകളിൽ തൊലി ഉരിഞ്ഞതേ ഉള്ളൂ. ഡ്രസ്സ് ചെയ്താൽ മതി. വലതുകാലിൻ്റെ മുട്ടിന് താഴെയാണ് ഏറെ പരിക്ക്. വീഴ്ചയിൽ പറ്റിയതാണ്. എല്ലിന് ഫ്രാക്ചറുണ്ട്. ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ അത് നേരെയാക്കി പ്ലാസ്റ്റർ ഇടാൻ ഒക്കും. ജീവന് അപകടമൊന്നുമില്ല. ആശ്വാസത്തിലാണ് എല്ലാവരും. എന്നാൽ അതിലേറെ ഉത്കണ്ഠയോടെ എല്ലാ മനസ്സുകളിലും മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും വർഷയും ഉദയനും എത്തിയിട്ടില്ല. അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. എല്ലാ മുഖങ്ങളിലും ആ ചോദ്യം ഉണ്ടായി. എല്ലാ മനസ്സിലും പരിഭ്രമവും ഉയറി. പ്രത്യേകിച്ച് ദേവൂട്ടിയും സുഖുവിലും പീതാംബരലും ഗോമതി ടീച്ചറിലും. അവരാകെ പരവശരായി. രാത്രി 7 മണിയായിട്ടുണ്ടാവും. എല്ലാവരും കണ്ടു. ഇടനാഴിയിലൂടെ ധൃതിയിലൂടെ വരുന്ന ഉദയനും വർഷയും. ആളിപ്പടർന്നിരുന്ന തീ പെട്ടെന്നണഞ്ഞ പ്രതീതി. അവരടുത്തെത്തിയതും കിതപ്പോടെ ഉദയൻ എന്തോ ചോദിക്കാൻ നാവെടുക്കുന്നതിന് മുമ്പേ ആയിരുന്നു അത്. സുഖു മുമ്പോട്ട് നീങ്ങി ഉദയൻ്റെ മുൻപിൽ നിന്നു. എവിടായിരുന്നടാ നിങ്ങൾ ഇതുവരെ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. പറഞ്ഞു തീർന്നില്ല. സുഖുവിൻ്റെ പാറ പിടിച്ച് തരമ്പിച്ച ഉരുക്കുകൈ സർവശക്തിയും സമാഹരിച്ച ഉദയൻ്റെ കവിളത്ത് ആഞ്ഞു പതിച്ചു. അധ്യായം 13. തികച്ചും ഓർക്കാപ്പുറത്തായിരുന്നു അതി. അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ അവസരത്തിൽ അച്ഛനിൽ നിന്നും. 8 or 10 വയസ്സിന് മുൻപെന്നോ ഒരടി കൊണ്ടിട്ടുള്ളതാണ് ഉദയൻ. അതിനുശേഷം സുഖുവോ ദേവൂട്ടിയോ തല്ലിയിട്ടില്ല. അതിന് കഴിഞ്ഞ് ശകാരിച്ചിട്ട് പോലുമില്ല. ഉദയൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്നതിനോ ശകാരം വാങ്ങിക്കെട്ടുന്നതിനോ ഒരിക്കലും അവൻ വഴിവെക്കാറില്ല. ഇതായിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ കൈത്തലം അവൻ്റെ കവിളത്ത് പതിഞ്ഞിരിക്കുന്നു. അന്യസ്ഥലത്ത് വെച്ച്, പുതുപ്പെണ്ണിൻ്റെയും ബന്ധുക്കളുടെയും മുൻപിൽ വെച്ച്, സുഹൃത്തുക്കളെ നോക്കി നിൽക്കെ. എല്ലാവരും മന്ദാളിപ്പോടെ പരസ്പരം നോക്കുകയാണ്. ചന്ദ്രനും ദേവൂട്ടിയെ അമ്പരക്കുകയാണ്. താൻ മക്കളെ ശകാരിച്ചാൽ പോലും അതിഷ്ടപ്പെടാത്ത ആളാണ് സുഖു. ദേവൂട്ടി ഓർത്തു. എന്നിട്ടിതാ അടിച്ചിരിക്കുന്നു. എന്തു പറ്റിയ ആളിൽ നിന്ന് ഞെട്ടി നിൽക്കുകയാണ് ഉദയൻ. എന്താണ് ചെയ്തത്? കുറ്റപ്പെടുത്തലോടെ ദേവൂട്ടി സുഖുവിൻ്റെ തോളത്തൊന്ന് തൊട്ടു. ഇത് ഹോസ്പിറ്റലല്ലേ? ആളുകൾ നോക്കുന്നത് കണ്ടോ? സുഖു തൻ്റെ വലതുകരം നിവർത്തി നോക്കി. അടി കഴിഞ്ഞതോടെ അയാളും വല്ലാതെയായി. വേണമെന്ന് വെച്ച് ഉറപ്പിച്ചിട്ടതല്ല, പ്ലാൻ ചെയ്ത് തയ്യാറായതുമല്ല. അടിച്ചു പോയി, അതാണ് ഉണ്ടായത്. നീ കേട്ടില്ല അവൻ പറഞ്ഞത്? സിനിമ കാണാൻ പോയിരിക്കുകയായിരുന്നെന്ന്. ഞങ്ങളൊരു സിനിമ കാണാൻ പോയതിനാണോ ഈ അടി? വർഷ ചോദിച്ചു. അവളുടെ മുഖം ഗൗരവപ്പെട്ടിരുന്നു. നിങ്ങളൊരു സിനിമ കാണാൻ പോയതിനല്ല മോളെ. ദേവൂട്ടി വർഷക്കരികിലെത്തി. അവളെ സമാധാനിപ്പിക്കാനും സുഖുവിനെ ചെയ്തതിനെ ന്യായീകരിക്കാനും വേണ്ടി പറഞ്ഞു. കാലിൽ നിന്നും ചോര ഒഴുകുന്ന പരുവത്തിൽ ഉച്ചയ്ക്ക് നിന്നെ ഇവൻ എടുത്തുകൊണ്ട് വണ്ടിയിലിരുത്തിയാണ് പോയത്. ആ നിമിഷം തൊട്ട് വയറ്റിൽ തീയും പൂട്ടി വഴിക്കണ്ണുമായിട്ട് ഞാൻ കാത്തു നിൽക്കായിരുന്നു. തലവേദന എടുത്ത് തളർന്നു ഒന്ന് കിടക്കാനായി നേരത്തെ വന്നതാണ് വിനയൻ. എന്നിട്ടും എൻ്റെ വിഷമം കണ്ടപ്പോൾ അവൻ അതുവഴി തിരിച്ചു പോന്നതാണ് നിങ്ങളെ അന്വേഷിക്കാൻ. അങ്ങനെയാണ് അവൻ അപകടത്തിൽപ്പെട്ടത്. എല്ലാവർക്കും വേണ്ടി ദേവൂട്ടിയുടെ വിശദീകരണം. അവനെ തിയേറ്ററിൽ കയറ്റിയിട്ടും ഇവിടെയുള്ളവരുടെ വേദന നിങ്ങളെന്തായിരുന്നു എന്നായിരുന്നു. നിങ്ങളെവിടെയെന്നായിരുന്നു. ഈ പിള്ളേരെ കണ്ടോ? ദേവൂട്ടി വിനയൻ്റെ കൂട്ടുകാരെ ചൂണ്ടിക്കാട്ടി. വണ്ടിയും പിടിച്ച് ഇവർ മുഞ്ഞനാട്ട് വരെ പോയി നിങ്ങളെ തപ്പാൻ. ഈ സമയത്തൊക്കെ ഞങ്ങൾ സിനിമാ തിയേറ്ററിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അറിയാണ്ട് തല്ലിപ്പോയതായിരിക്കും. നിങ്ങളത് മറന്നുകളാ. ഉദയം മിണ്ടിയില്ല. മുഖത്തെ ഗൗരവം മാഞ്ഞതുമില്ല. അച്ഛനൊന്ന് തല്ലിയതിലല്ല അവൻ്റെ വിഷമം. അത് മറ്റുള്ളവർക്ക് മുൻപിൽ വെച്ചായതിനാലാണ്. ഒരു സിനിമ കാണാൻ പോയത് അച്ഛന് ഇഷ്ടമായില്ല, അതാണ് തല്ലിയത്. വർഷം അങ്ങനെയാണ് ചിന്തിച്ചത്. അമ്മയുടെ വക ന്യായീകരണവും കണക്കപ്പെട്ടൊരു മൂകത അവർക്കിടയിൽ തങ്ങി നിന്നു. സുഖു വിഷമത്തോടെ തന്നെ നിന്നു. ദേവൂട്ടിയും പീതാംബരനും ഗോമതി ടീച്ചറും മുഖത്തോട് മുഖം നോക്കി. ഈ രംഗം ഒന്ന് തരണം ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് തങ്ങൾ ഇരുവരുമാണെന്ന് അവർക്ക് തോന്നി. അവർ മകളെയും മരുമകനെയും ആംഗ്യം കാട്ടി വിളിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇടനാഴിക്കപ്പുറത്തേക്ക് നടന്നു. വർഷനും ഉദയനും പിന്തുടർന്നു. ഒതുങ്ങിയൊരു സ്ഥലത്തെത്തിയപ്പോൾ ഗോമതി ടീച്ചർ പറഞ്ഞു,
ഉദയൻ്റെ അച്ഛൻ ഒരടി തന്നതിൽ നിങ്ങൾ ഇത്ര ഗൗരവപ്പെടാനും മാത്രമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങേരുടെ സ്ഥാനത്ത് മറ്റാരായാലും അതുണ്ടാവും, ഞാനായാലും. ഉദയനും വർഷയും അമ്പരന്നു. എത്ര വലുതോ ചെറുതോ ആകട്ടെ, ഒരപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ പോയ നിങ്ങൾ ഒരിക്കലും അതുവഴി തിയേറ്ററിൽ പോകരുതായിരുന്നു. ഉദയൻ ഇത്ര കൊച്ചുകുട്ടിയാണോ? വീട്ടിലിരിക്കുന്നവരെ ഉത്കണ്ഠ എന്തുകൊണ്ട് മനസ്സിലായില്ല? അതല്ലേ കാര്യങ്ങൾ ഇത്രമേൽ വഷളായത്? പീതാംബരൻ ചോദിച്ചു. അച്ഛാ, അത് ഉദയൻ പറഞ്ഞു. ചില്ലുകൊണ്ട് കാലിൽ നിന്നും വല്ലാതെ ചോര വന്നപ്പോൾ ഞാനും ഭയന്നു. ശരിയാണ്, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മുറിവിന് ആഴമില്ലെന്ന് മനസ്സിലായി. സ്റ്റിച്ചില്ല, ഡ്രസ്സ് ചെയ്ത് വിട്ടു. എന്നാൽ ഉടനെ വീട്ടിലേക്ക് വരില്ലെന്ന് വർഷയ്ക്ക് വാശിയായി. സാച്ചി ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞ് വർഷ ഒരേ നിൽപ്പായി. ഞാൻ എന്താ ചെയ്യുക? ഉദയൻ്റെ മുഖം ദയനീയമായി. വിഷണ്ണഭാവത്തിൽ നിൽക്കുന്ന പീതാംബരനെയും ഗോമതി ടീച്ചറെയും നോക്കിയിട്ട് അവർ തുറന്നു. ഒന്നെൻ്റെ ഭാര്യ, ഒന്നെൻ്റെ സഹോദരി, രണ്ടും എനിക്ക് പ്രിയപ്പെട്ടവരാ. കളയാനോ പിണങ്ങാനോ പറ്റുമോ? എന്നാലും തൽക്കാലം വർഷയെ പിണക്കണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് പോയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒട്ടും ഞാൻ ഓർത്തില്ല. അത് സത്യമാണ്. പീതാംബരം വർഷയെ നോക്കി. അവളുടെ മുഖം അതേപടി കടുവിച്ച് നിൽക്കുന്നു. ഒട്ടും മാറ്റമില്ലാതെ കയ്യും കെട്ടി അവൾ നിന്നു. എന്തു ചെയ്യും? വിധി വളരെ ക്രൂരമായി ഞങ്ങളോട് പെരുമാറി. ഉദയൻ തെള്ളി സങ്കടത്തോടെ തുറന്നു. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ തന്ന ഓമനപ്പെങ്ങൾക്ക് ബുദ്ധിവികാസം ഇല്ലാതെ പോയി എന്ന് കരുതി ഞങ്ങൾക്കവളെ കളയാൻ പറ്റുവച്ചാ? അതൊരു മനുഷ്യജീവിയല്ലേ? ആ കുട്ടിയെ വല്ല സ്കൂളിലും ചേർത്ത് വല്ലതും പഠിപ്പിക്കാൻ വയ്യായിരുന്നോ? ഐ മീൻ, മെൻ്റലി റിട്ടയർഡായ കുട്ടികൾക്കായിട്ട് ഒരു ബോർഡിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള സ്കൂളുകളുണ്ടല്ലോ, ഗോമതി ടീച്ചർ ചോദിച്ചു. ചെറുപ്പത്തിൽ ഞങ്ങൾ അവളെ അത്തരം സ്കൂളിലാക്കിയതാണ്. ഞങ്ങളെ കാണാതെ അവൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. വാകൂട്ടാതെയുള്ള കരച്ചിലാവും രാവും പകലും. ഒടുവിൽ അസുഖം പിടിവിട്ട് ആശുപത്രിയിലായി. പിന്നെ അവളെ തിരിച്ചുവിടാൻ അച്ഛനും അമ്മയും തയ്യാറായില്ല. അവൾ പോയതുമില്ല. ഉദയൻ തുറന്നു. അക്ഷരങ്ങൾ കൂട്ടിവയ്ക്കാനും മറ്റും ഞങ്ങളവളെ പഠിപ്പിച്ചു. അതുകൊണ്ടെന്ന് ഫലം? അവളുടെ വീക്ക്നെസ്സുകൾ അറിഞ്ഞു പെരുമാറിയ അവളൊരു ശല്യക്കാരിയല്ല അമ്മേ, പാവാണ്, ഉദയൻ പറഞ്ഞു. പക്ഷെ അതുവരെ മിണ്ടാതെ നിന്നിരുന്ന വർഷ പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വീക്ക്നെസ് കണ്ടെത്തി പെരുമാറാനോ അതിനെ സഹിക്കാനോ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഉദയൻ ഞെട്ടിപ്പോയി. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് ആ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടമല്ല. വാടകയ്ക്കെങ്ങാനും ഒരു വീടെടുക്ക്, എന്നിട്ട് വന്ന് വിളിച്ചാൽ ഞാൻ വരാം, വർഷ കലിപ്പോടെ പറഞ്ഞു. വർഷേ, ഉദയൻ ആകെ അടിപതറിപ്പോയി. ഗോമതി ടീച്ചറും പീതാംബരനും ഭയന്ന് അമ്പരപ്പോടെ മകളെ നോക്കി. എന്താണ് ഈ പെണ്ണ് പറയുന്നത്? കേട്ടത് വിശ്വസിക്കാനാവാതെ നോക്കിയവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഉദയൻ. വർഷയുടെ വാക്കുകൾ അവനൊരു ഷോക്കായിരുന്നു. ഗോമതി ടീച്ചർ അവളുടെ കൈമേൽ പിടിച്ചു. അവളെയും കൊണ്ട് വീണ്ടും മുൻപോട്ട് നടന്നു, ഇടനാഴിയുടെ അറ്റത്തേക്ക്. ട്യൂബിൻ്റെ വെട്ടം പകൽ പോലെ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് യഥേഷ്ടം വരികയും പോവുകയും ചെയ്യാം. ഉദയൻ്റെ കേൾവിക്ക് അപ്പുറത്തെത്തിയപ്പോൾ ഗോമതി ടീച്ചർ നിന്നു. പിന്നെ വർഷയെ ശാസിച്ചു. നീ എന്ത് വിവരക്കേടാ മോളെ പറഞ്ഞത്? എന്താമേ? വർഷയ്ക്ക് മനസ്സിലായില്ല. നിനക്ക് വിദ്യാഭ്യാസമല്ലേ, വിവരമില്ലേ, ലോകപരിചയമില്ലേ, ഒരു ഓഫീസ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നോളല്ലേ, എന്നിട്ടും വെറും മൂന്നാംകിട പെണ്ണുങ്ങളെപ്പോലെ സംസാരിക്കുന്ന എന്താ? ഗോമതി ടീച്ചർ ആധികാരികമായി തന്നെ പറഞ്ഞു. നല്ല സ്നേഹമുള്ള വീട്ടുകാർ. അവർ പൊട്ടിപ്പെണ്ണിൻ്റെ പേര് പറഞ്ഞ് നീ കല്യാണം നടന്നതിൻ്റെ 4-ാം പക്കം കെട്ടിയവനുമായിട്ട് ഇറങ്ങി താമസം മാറ്റിയാലോ? ഞാൻ തനിയെ പോരുന്ന കാര്യമാണ് അമ്മ പറഞ്ഞത്, വർഷ തിരുത്തി. രണ്ടും തുല്യം. നീ പോന്നാൽ ഒപ്പം ഉദയം വരില്ലെന്ന് തോന്നുന്നുണ്ടോ? ഗോമതി ടീച്ചർ ചോദിച്ചു. വരും, വർഷയ്ക്കത് ഉറപ്പായിരുന്നു. അവൻ വരും, അവൻ ആ ടൈപ്പാണ്. നീ ഇപ്പോൾ തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ തളരുന്നത് ഞാൻ കണ്ടു. അതാണ് എൻ്റെ പേടി. ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വർഷ മറുപടി പറഞ്ഞില്ല. വേറെ മാറാനൊരു അവസരം വരും, സാവകാശം പോയാൽ മതി. അല്ലെങ്കിൽ പേരുദോഷാകും, ശാപാകും. അപ്പോൾ ആ വട്ടുപെണ്ണിൻ്റെ ശല്യം സഹിച്ച് തന്നെ ഞാനവിടെ കഴിയണമെന്നാണോ? അവൾ ചോദിച്ചു. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും മോളെ. ഇന്ന് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് നീ ഒറ്റൊരുത്തി കാരണമാണ്. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? വർഷ മുഖം കുനിച്ചു. ഗോമതി ടീച്ചർ അവളെയും കൊണ്ട് ഉദയൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. എടുത്തിയാട്ടക്കാരി ഉദയ അവള്. വെട്ടൊന്നും മുറിരണ്ടെന്നുള്ള സ്വഭാവം, തീരെ ക്ഷമയില്ല. വാശിയാണെങ്കിൽ മൂർഖൻ്റെ സ്വഭാവമാണ്. എന്നാ ചെയ്യാനാ? നീ തന്നെ തല്ലിയോ ശാസിച്ചോ ഒക്കെ നീ ഇതൊക്കെ നേരെയാക്കണം. തൽക്കാലം
അവിടെ ഞാൻ തണുപ്പിച്ചിട്ടുണ്ട്, ഗോമ ടീച്ചർ പറഞ്ഞു. ഉദയൻ കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെ തൂങ്ങി. ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു. ഒരു സ്ട്രെച്ചറിൽ വിനയനെ കൊണ്ടുവന്നു. എല്ലാവരും അടുത്തെത്തി. തലയിൽ കെട്ടുണ്ട്, കാല് മരവിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷനിൽ പൊട്ടിക്കേറിയ എല്ല് യോജിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടാണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. വിനയന് ബോധമുണ്ടായിരുന്നു. വാർഡിൽ കിടത്തിക്കഴിഞ്ഞപ്പോൾ വർഷയെ കണ്ട് അവൻ ചോദിച്ചു, എന്താ ഇടത്തി ഉണ്ടായത്? മുറിവ് എങ്ങനെ ഉണ്ടായി? നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? വർഷ പരുങ്ങലിനായി. ഉദയനും മിണ്ടിയില്ല. ദേവൂട്ടി പറഞ്ഞു, മുറിവിൽ നിന്നും കുറേ ചോര പോയില്ലേ? വർഷയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. ഡോക്ടറെ ട്രിപ്പിട്ട് അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ആ കള്ളം എല്ലാവരെയും അമ്പരപ്പിച്ചു, ആശ്വസിപ്പിച്ചു. ഗോമതി ടീച്ചർ നന്ദിപൂർവ്വം ദേവൂട്ടിയെ നോക്കി. വിനയ, ഉദയൻ അനിയൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു നിന്നു. വേദന എങ്ങനെ ഉണ്ടാ? ഇപ്പോഴില്ല, മരവിപ്പ് മാറുമ്പോഴായിരിക്കും അതുണ്ടാവുക. എന്തായാലും കണ്ണുമേൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ട് നീങ്ങി. ചന്ദ്രൻ പറഞ്ഞു, ഞാനിതാ പോവുക ദേവി ചേച്ചി, അവിടെ രാധ തനിച്ചല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, ദേവൂട്ടി പറഞ്ഞു. നിങ്ങളും പോയിക്കോളൂ, ദേവൂട്ടി ഉദയനോടും വർഷയോടും പറഞ്ഞു. ഇവിടെ ഞാനും അച്ഛനും ഉണ്ടല്ലോ, അവിടെ സാക്ഷി തന്നെയല്ലേ, ഇവിടെ എല്ലാവരെയും കൂടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് ഉദയനും തോന്നി. ഉച്ചക്കത്തെ ചോറും കറിയും അതേപോലെ മിച്ചമുണ്ടാകും, ഒന്ന് ചൂടാക്കി കഴിക്കുമോളെ, ദേവൂട്ടി വർഷയോട് പറഞ്ഞു. സുഖവും ദേവൂട്ടിയും ഒഴിച്ചെല്ലാവരും ഇറങ്ങി. വർഷനും ഉദയും വീടിൻ്റെ ഗേറ്റിലെത്തി. സാച്ചി വിളിച്ചു കൂവി, വല്യേട്ടാ, സാച്ചി ഇവിടെയാണേ. ഉദയനും വർഷയും കണ്ടു. ഏലമ്മയുടെ വീട്ടിൽ നിന്നും വഴിയിലേക്കിറങ്ങി തങ്ങൾക്കരികിലേക്ക് അസ്ത്രം പോലെ പാഞ്ഞു വരുന്ന സാച്ചി. നീ എൻ്റെ പെണ്ണെ, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? നിനക്ക് നടന്നാൽ പോരെ? പിന്നാലെ ഏലമ്മയെത്തി. സാച്ചിക്ക് നടക്കാനേ അറിയില്ലല്ലോ. വീടിനുള്ളിൽ പോലെ ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് അവൾ ഓടിയേ പോകൂ. അരുതെന്ന് പറഞ്ഞാലും അവൾക്ക് അതേ അറിയൂ. വിനയനെ എങ്ങനെയുണ്ടോ ഉദയ? ഏലമ്മ ചോദിച്ചു. ഉദയൻ വിവരങ്ങൾ പറഞ്ഞു. ആ രാജൻ സൈക്കിൾ വാരിപ്പെറുക്കിയാൽ മാറ്റിയെന്ന് പറയുന്നു കേട്ടു. ഏലമ്മ പറഞ്ഞു. ഇനിയിപ്പോൾ അവന് പുതിയത് മേടിച്ചു കൊടുക്കാനേ പറ്റൂ. ഓരോ കാലക്കേടെ, മേടിച്ചു കൊടുക്കണം, ഉദയൻ പറഞ്ഞു. നിങ്ങൾ നല്ല പുള്ളികളാണല്ലോ, സിനിമയ്ക്ക് പോകാൻ കണ്ട നേരം. എന്തെല്ലാം അതിനിടയിലുണ്ടായി. വർഷയ്ക്ക് ആകെ നാണക്കേടായി. ചന്ദ്രനായിരിക്കും വിവരം ഇവിടെ എത്തിച്ചതെന്ന് ഉദയന് തോന്നി. ഒരാളിവിടെ വന്ന് പറയാനും മറ്റേയാൾ ഉടനെ ചോദിക്കാനും. വർഷ പിറുപിറുത്തു. അയൽക്കാരാണെങ്കിലും ഇവിടെയുള്ളവരെല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരെ വർഷേ, ഉദയൻ മറുപടിയായിട്ട് മന്ത്രിച്ചു. വർഷ കുറേ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഏരിയയിലാണ് താമസം. തൊട്ട അയൽവക്കത്ത് പോലും ആവശ്യമില്ലാതെ ആരും പോകില്ല. മതിൽക്കെട്ടിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും സംസാരിച്ചെന്നിരിക്കും. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം. വർഷയ്ക്ക് ആ സ്റ്റൈൽ മാത്രമേ പരിചയമുള്ളൂ. ഉച്ചയ്ക്ക് നിങ്ങൾ പോയതും ദേവൂട്ടി ഈ പെണ്ണിനെ വല്ലാണ്ട് അടിച്ചു, ഒരു പരുവാക്കി കളഞ്ഞു, ഏതാണ്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞ്. ഏലമ്മ സാച്ചിയെ ചൂണ്ടിക്കട്ടി. മറന്നിരുന്ന കാര്യം പെട്ടെന്ന് ഓർത്തതുപോലെ സാച്ചി പാവയുടെ അറ്റം മേൽപോട്ട് ഉയർത്തി കാണിച്ചു. മുട്ടിന് താഴെയും തുടയിലും ചുവന്ന പാടുകൾ ഉദയനും വർഷയും കണ്ടു. തുണി താഴ്ത്തിയിട്ട് പെണ്ണെ, ഏലമ്മ ശ്വാസിച്ചു. സാച്ചി താഴ്ത്തിയിട്ടു. എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, കാലിന്മേൽ തല്ലല്ല വല്ലേട്ടാ, ദേ കയ്യുമ്മേലും വയറ്റുമ്മേലും ഒക്കെ പാടുണ്ട്, നോക്കിക്കേ. സാച്ചി ബ്ലൗസിൻ്റെ ബട്ടൺ അഴിക്കാൻ ശ്രമിച്ചു. വേണ്ട, ഉദയൻ തടഞ്ഞു. വല്യേട്ടൻ കണ്ടു. അമ്മയോട് വല്യേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. വഴക്ക് പറയണം, സാച്ചി പറഞ്ഞു. ആ പറയാം, നീ വാ, പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കുകയും ചെയ്യണം. ആ. സാച്ചിക്ക് സന്തോഷമായി. അവളുടെ ആ നിഷ്കളങ്കതയെല്ലാം ശ്രദ്ധിച്ചതോടെ വർഷയുടെ മനസ്സിന് ഒരയവ് വന്നു. യൗവനം തികഞ്ഞ ഒരു 5 വയസ്സുകാരുടെ കഷ്ടം. വരൂ, വർഷ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നയിച്ചു. അവളുടെ പ്രവൃത്തിയിൽ ഉദയനും സന്തോഷമായി. അകത്ത് കടന്നിട്ട് ഹാളിലെ സോഫയിൽ കയറി ചമ്രം മടിഞ്ഞ് സാച്ചി ഇരിപ്പായി. ഉദയനും വർഷയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഇരുവരും ഒന്നും കഴിച്ചില്ല. തിയേറ്ററിൽ നിന്നും വരുന്ന വഴി കവലയിൽ എത്തിയപ്പോഴാണ് വിനയൻ്റെ അപകട വാർത്ത അറിഞ്ഞത്. അതുവഴി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചതാണ് ഇരുവരും. പെട്ടെന്ന് ഡ്രസ്സ് മാറി വർഷ ഒരു ഹൗസ് കോട്ട് ധരിച്ചു. ഉദയൻ കൈലി. ഉച്ചയ്ക്ക് വെച്ച ചോറും കറികളുമാണ്. സാരമില്ല, ഇനി ചൂടാക്കാനൊന്നും സമയമില്ല, വിശപ്പ് അത്രയ്ക്കുണ്ട്, കഴിച്ചേക്കാം. ഇരുവരും അടുക്കളയിലെത്തി. അടുക്കളയിൽ വല്ലാത്തൊരു കാഴ്ച. അടുക്കളയിൽ മുഴുവൻ നിരന്ന് ചോറും കറികളും അവശിഷ്ടങ്ങളും. എച്ചിലായ പാത്രങ്ങൾ, വിളമ്പിയ തവികൾ, എല്ലാ പാത്രങ്ങളും തുറന്നപടി. ചോറ് പാത്രങ്ങളും കറിപ്പാത്രങ്ങളും ഒക്കെ കാലി. സാച്ചി, ഉദയൻ വിളിച്ചു. എന്താ? അവൾ ഓടിയെത്തി. എന്താടി നീ ചെയ്തത്? ഉദയൻ അടുക്കളയിലേക്ക് ചൂണ്ടിക്കാട്ടി ഗൗരവത്തിൽ ചോദിച്ചു. അതെ, എനിക്കങ്ങ് നല്ലോണം വിശന്നിരുന്നു.
ഞാനപ്പോൾ ചോറ് വിളമ്പിയുണ്ടപ്പം ഷാൻറ്റിയും കുട്ടപ്പായും അനുവും വന്നു. അവർക്കും വിശക്കുമായിരുന്നു. അവർക്കും ചോറ് കൊടുത്തു. ഉദയന് കലിതുള്ളി. വർഷയോട് അവളോട് തോന്നിയ ഇത്തിരി സ്നേഹവും സാധാപവും ഓടി ഒളിച്ചു. അവിടെ തലമുണ്ടക്കെട്ട് ഒരടി കൊടുക്കാനാണ് തോന്നിയത്. വലിയേട്ടാ, സാച്ചി വിളിച്ചു. എന്താടി? ഉദയൻ അരിശത്തോടെ വിളികെട്ട്. എനിക്കിപ്പോഴും വിശക്കുവോ വലിയേട്ടാ, എനിക്ക് വല്ലതും താ. സാച്ചി ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞു. ഉദയൻ ശരിക്കും നടുങ്ങിയത് ഇപ്പോഴാണ്. പ്രിയരെ, ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും വന്നാലോ? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം ജാഷി വയനാടാണ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ കേട്ടോ. നമ്മുടെ കമൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.